അതായത് വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷമാണ് ഒരു നാട് അറിയുന്നത് 3 കൊലപാതകം നടന്നിരിക്കുന്നു. ഈ ഋതു തന്നെ ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ വീട്ടിലെ ജിതിൻ്റെ ബൈക്ക് ഉപയോഗിച്ച് അദ്ദേഹം പുറത്തേക്കിറങ്ങി പോവുകയാണ്. എന്നിട്ട് സമീപത്ത് കൂടിയ ചേച്ചിമാരോടൊക്കെ പറയുകയാണ് 4 പേരെ താൻ തീർത്തിട്ടുണ്ട് എന്ന കാര്യം പങ്കുവയ്ക്കുന്നു. അങ്ങനെ വളരെ പൈശാചികമായ രീതിയിലുള്ളൊരു കൊലപാതകമാണ് ഇയാൾ നടത്തിയത്. ആ കൊല നടത്തിയ ശേഷം ഇയാൾ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു. നമുക്ക് ഈ തൊട്ട് അയൽവക്കത്തെ വീട്ടിലെ ചേട്ടനോട് ചോദിക്കാം. ഈ അയൽവക്കത്തെ ആളും ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളും ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങളും ഇയാൾക്കത്തെ പരാതി കൊടുത്തിട്ടുണ്ട്? ഭാര്യ കൊടുത്തിട്ടുണ്ട്. ഭാര്യയും ഈ മരിച്ച വീട്ടുകാരും കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 പരാതി കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. നമുക്ക് നേരെ എന്തായിരുന്നു ആക്രമണം? ഇവിടെ വെച്ചാല് ഗേറ്റ് ചവിട്ടി പൊളിക്കുക, അവിടെ ഗേറ്റ് ചവിട്ടി പൊളിക്കുക, അതുപോലെ തന്നെ ടെറസിന്റെ മുകളിൽ കൂടെ കയറുക, ചവിട്ടി ഒച്ചമേളം ഉണ്ടാക്കുക. വെച്ചാൽ ചെറിയ കൊച്ചും പെണ്ണും മാത്രമല്ലോ. അവിടെ വെച്ചാൽ ഈ വയസ്സായ കാർന്നവരും അമ്മയും പിന്നെ ചേച്ചി അവിടുത്തെ പെണ്ണും മാത്രമേ ഉണ്ടായുള്ളൂ. കെട്ടിയ ഗൾഫിലായിരുന്നു ആള്. എന്നും ഗേറ്റുമ്പോൾ ചവിട്ട അങ്ങനത്തെ പരിപാടി. അങ്ങനെ പോയിട്ട് ശേഷം കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷമാണ് CCTV വെച്ചത്. പോലീസുകാർ പറഞ്ഞിട്ട് CCTV വെച്ചത്. എന്നിട്ടും അവൻ്റെ ഉപദ്രവമായിരുന്നു. ലാസ്റ്റാണ് ഇപ്പം പരാതി കൊടുത്തിട്ട് വിളിപ്പിച്ചു. അവനെ വിളിപ്പിച്ചതിന് ശേഷം അവർ പറഞ്ഞു ഇവനെന്തോ മെൻ്റലിൻ്റെ കടലാസ് ഉണ്ട പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്ത് കൂളായി വിട്ടു. അവനെ ഇറക്കി വിട്ടു. പോലീസുകാർ വിട്ടു. കൂളായി ഇറക്കി വിട്ടു. ഇവിടെ വന്നിട്ട് അവൻ പിന്നെ ഇതയച്ചു. എൻ്റെ പെണ്ണിന് കുട്ടീന് അവിടുത്തെ മണ്ണൊളിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞു. കത്തിച്ച് കളയെന്ന് പറഞ്ഞു. ഭീഷണിപ്പെടുത്തൽ സ്ഥിരമായിട്ടുള്ള സ്ഥിരമായിട്ട് കത്തിച്ച് കളയെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ സംഭവമുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇന്ന് നടന്ന സംഭവങ്ങൾ. അത് വെച്ചാൽ എൻ്റെ ഭാര്യയും ഇതോടുകൂടി അവരും തീരണ്ടായിരുന്നു. അവർ വെച്ചാൽ ഇന്ന് മോളുടെ സ്കൂളിൽ ടൂറിനായിരുന്നു. അവർ പോയി. അവർ വരുമ്പോൾ വിളിക്കാൻ പോയി. അല്ല, പെണ്ണും പോയി, ഭാര്യയും പോയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടിയില്ല. അവർ പോയിട്ട് വരുമ്പോൾ ടീച്ചർ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. അല്ലെ ആ സ്ഥാനത്ത് നിന്ന് അവർ പോയില്ലാണ്ടെങ്കിൽ ഇതോടുകൂടി അവർക്ക് നേരെ ഇങ്ങോട്ടും തിരിഞ്ഞാനെ. കാരണം അവൻ പറഞ്ഞുള്ള കാര്യങ്ങളല്ല. അത് സ്റ്റേഷനിൽ പറഞ്ഞുള്ളതാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞുള്ളതാ. ഈ പോലീസുകാരെടുത്താരെ പറഞ്ഞു എൻ്റെ പെണ്ണ് ഞാൻ ഉണ്ടായില്ല. ഞാൻ ബോംബെ പോയിക്കായിരുന്നു. ഞാൻ പെണ്ണ് പറഞ്ഞു സംഭവം. ഈ പോലീസുകാർ പറഞ്ഞു അവർക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മ ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മ ചെയ്യുമ്പോൾ നമ്മ അതിക്രമം കാണിച്ചു എന്ന് പറയും. ഇതിപ്പോൾ അവരെന്താ കാണിച്ചതെന്ന് പറയട്ടെ, പോലീസുകാർക്ക് പറയട്ടെ. മനസ്സിലായ? കണ്ണൻ്റെ ഒക്കെ വീട്ടുകാർ ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവൻ്റെ അച്ഛനമ്മരോടും ഒന്നും പറയാറുണ്ട്. സായി കേട്ടിട്ട് ഇവൻ്റെ അച്ഛൻ എന്നിട്ട് പറഞ്ഞെന്നറിയാം. ശശി ഇപ്പോൾ ഈ ലാസ്റ്റ് പരാതി കൊടുത്തപ്പോൾ ഇവൻ്റെ അച്ഛൻ ശശി പോയി പറഞ്ഞു വെച്ചാൽ ഈ ചിന്നും എൻ്റെ പെണ്ണും കൂട്ടിയിട്ട് അവനെ തല്ലാൻ പോയിന്നു. നിങ്ങൾ അവനെ കണ്ടില്ല? അവനെ എന്തോരാരോഗ്യമുണ്ട്. എൻ്റെ പെണ്ണ് അവനെ തല്ലുന്നുണ്ടെങ്കിൽ എന്തോരാരോഗ്യമുണ്ട്. എന്നിട്ട് അവൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ പരാതിന് അവനെ തല്ലാൻ പോയിന്നു. മനസ്സിലേ? ഇത് ഞാൻ ഒറ്റ കാര്യം പറയില്ല. ഈ പോലീസ് വീട്ടിലെ ചേച്ചിക്ക് നേരെയൊക്കെ വലിയ രീതിയിൽ അധിക്ഷേപം പിന്നല്ലാണ്ട് അത് റെക്കോർഡ് വേണമെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരാം. ഒരു മിനിറ്റ്. ഇത് തന്നെയാ. കാരണം ഈ കുടുംബക്കാരും മൊത്തമൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ചേച്ചി